ഷുഗർ കട്ടുള്ളവനാണേ. നാണുണ്ടോ? ഈ മനുഷ്യനെ വിശ്വസിച്ചാണ് ഞാൻ ഷുഗർ കട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. എന്നിട്ട് ഇതേ ഐസ്ക്രീം വെട്ടി വിഴുങ്ങണുണ്ടില്ലേ. ഐശുവിന് കൊടുത്ത ഐസ്ക്രീമും ചാച്ചൻ അങ്ങ് കൈപ്പറ്റിയിട്ടാ. ഞാൻ ഷുഗർ കട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3-4 ദിവസം കണ്ടായിട്ടുള്ളൂ. എനിക്ക് ഇപ്പം ഭയങ്കര തളർച്ചയൊക്കെ ഉണ്ടായിരുന്നു. ചാച്ചൻ പറയണ പോലെ തലവേദന ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. പക്ഷെ ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ ആയിരുന്നു. ആദ്യമൊന്നും ചാച്ചൻ കഴിക്കണ കണ്ടിട്ട് കൊതിയൊന്നും തോന്നിയില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കര കൊതിയായിട്ടാ. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ ചാച്ചനെയും കൊണ്ട് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയേ. അതിന്റെ ഇടയിൽ ചാച്ചനും ഐസും കൂടി വൻ അടിയായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഇടാട്ടാ. ഈ ഐസ്ക്രീം വാങ്ങാൻ പോവാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. സമയം ഏകദേശം രാത്രി ഒരു 11:30 ആയിട്ടുണ്ടാവും. ആ സമയത്താണ് കേട്ടോ നമ്മൾ ഐസ്ക്രീം ക്രേവിങ്സ് എന്ന് പറഞ്ഞിട്ട് പോണത്. നേരെ മക്ഡൊണാൾഡ്സിൽ പോയിട്ട് അവിടുത്തെ ആ ഒരു കുഞ്ഞി കോൺ ഐസ്ക്രീം ഉണ്ടല്ലോ, അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. എനിക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഐസ്ക്രീം ഓർഡർ ചെയ്തു. ചാച്ചനാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞി ബർഗറും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ മനുഷ്യന് ഡയറ്റൊന്നും ഇല്ലേന്ന്. ഡയറ്റൊക്കെ ഉണ്ട്, എന്നാലും ചില ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ്. ചാച്ചൻ്റെ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കഴിക്കണു എന്നുള്ളതല്ല, കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണു എന്നതിലാണ് കേട്ടോ. ഈ തിയറി എനിക്ക് തോന്നുന്നു ചാച്ചന് മാത്രം ആപ്ലിക്കബിൾ ആവുള്ളൂ എന്നാണ്. അങ്ങനെ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തു. ഇനി സാധനം പോയി വാങ്ങണം. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇത് വാങ്ങിയിട്ട് നമ്മുടെ റൂം വരേക്ക് മെൽറ്റ് ആവാണ്ട് എത്താനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. എന്നാലും പറപ്പിച്ചങ്ങോട്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ റൂം എത്തും. അടുത്ത് തന്നെയാണ്. ആ ഒരു സമയമായതുകൊണ്ട് വലിയ തിരക്കും റോഡിലുണ്ടായിരുന്നില്ല കേട്ടാ. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം കിട്ടി. ഒരെണ്ണാണെങ്കിൽ കയ്യിലും ബാക്കി ഒക്കെ ബോക്സിലാണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കയ്യിൽ തന്നത് ചാച്ചൻ കഴിക്കാമെന്ന് പറഞ്ഞ് ബാക്കി ബോക്സിലുള്ളതൊക്കെ ഞാൻ അനക്കാണ്ട് പിടിക്കണേണ് കേട്ടോ. ഇതിനങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചരിവൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. മിക്കവാറും ഇത് അവിടം വരെ എത്തൂല എന്നുള്ളത്. ഓരോരോ ബുദ്ധിമുട്ടുകളെ മര്യാദയ്ക്ക് റൂമിലിരുന്നാൽ മതിയായിരുന്നു. ഓരോ ക്രേവിങ്സ് എന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. ഫൈനലി നമ്മൾ ഇതേ ലിഫ്റ്റിലേക്ക് എത്തി. അപ്പോഴത്തേക്കും ഇങ്ങനെ മെൽറ്റായി തുടങ്ങിട്ടോ. സെൽഫിഷായിട്ട് ഇവിടെ ഒരാളിങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കയ്യിൽ കൊടുത്ത കാരണം നല്ല രീതിക്ക് വൃത്തിക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായി. ഒരു തുള്ളി പോലും മെൽറ്റായി പോയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെയൊക്കെ ഇങ്ങനെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഐഷും കഴിച്ചു, ഞാനും കഴിച്ചു. ചാച്ചനാണെന്നുണ്ടെങ്കിൽ വാങ്ങിയ ബർഗറും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അടുത്ത വിശേഷം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.